നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിറ്റാറ ബ്രസയ്ക്ക് ഒരു ഹോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഹോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ കമ്പനി ഇൻബിൽറ്റ് വരുന്ന ഹോൺ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം എങ്ങനെയുണ്ട് അതിൻ്റെ ട്യൂൺ എന്നുള്ളത്. ഒരു ചെറിയൊരു ലോക്കൽ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പോട്ടെ, നമുക്കതൊന്ന് മാറ്റി നമുക്കൊരു അടിപൊളി ഹോൺ ഫിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫിയാം എന്ന് പറയുന്ന ഒരു കമ്പനി ഹോണാണത്. ഈ ഒരു കമ്പനിയുടെ ഹോണാണ് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്ന 3250 രൂപയാണ്. അത്രയും പ്രൈസ് വരുന്നില്ല, ഏകദേശം ഒരു 10,000 രൂപയുടെ കുറവ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഹോൺ മേടിക്കുന്ന സമയത്ത്. ഏതായാലും ഈ ഹോൺ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് തുറന്ന് കാണാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത്. പ്രൈസ് ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. 3250 വരുന്നത്. ഏകദേശം 1000 രൂപയോളം നമുക്ക് കുറവ് കിട്ടും. ഇനി ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഏകദേശം നമ്മുടെ Volkswagenൻ്റെ പോളോയിലൊക്കെ വരുന്ന ആ സെയിം ടൈപ്പ് ഹോണാണ് വരുന്നത്. ഏതായാലും സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കിറ്റ് വരുന്നുണ്ട്, 2 നട്ടും വരുന്നുണ്ട്, അതിൻ്റെ ഒരു മാനുവലും കൂടെ വരുന്നുണ്ട്. ഒരു ആവശ്യമില്ല, എന്തായാലും കിടക്കട്ടെ. പിന്നെ 2 കപ്ലേഴ്സും വരുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഈ ഒരു മോഡൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പനി ഹോൺ അഴിച്ചും ആ സെയിം സ്ഥാനത്ത് തന്നെ നമുക്കിത് കയറ്റി വയ്ക്കാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ ബമ്പർ ഒന്ന് അഴിക്കാം. ഇതിൻ്റെ ബമ്പർ അഴിക്കുന്ന വീഡിയോസ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ല. മേളിലുള്ള 4 ബോൾട്ട് അഴിക്കുക, സൈഡിൽ 2 വരുന്നുണ്ട്, ബമ്പറിൻ്റെ താഴെയും വരുന്നുണ്ട്, ഏകദേശം 4 വരുന്നുണ്ട്. ഈ 4 അല്ല ഇത്രയും കാര്യങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ ഊരിയും എടുക്കാം. ഊരിയതിന് ശേഷം നമുക്ക് ഏതായാലും കാണാം. ഇനി ഇത് അഴിക്കുന്ന കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ട് തന്നേക്കാം. ഹെഡ്ലൈറ്റ് മാറുന്നൊരു വീഡിയോ ഞാനത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ അഴിച്ചായിരുന്നു. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ 2 ഹോൺ ഇരിക്കുന്നത്, ഒന്ന് ഹൈ പിച്ചാണ്, ഹൈ ടോണ് HT എന്ന് എഴുതിയിട്ടുണ്ട്, ഹൈ ടോണ്. ഇത് ലോ ആണ്, LT ലോ ടോണും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഞാൻ കണ്ടത്, ഇത് കുറച്ച് ബെൻഡ് വന്നിട്ടുണ്ട് ഉള്ളിലോട്ട്. കാരണം ഇത് ചെറിയ രീതിക്ക് കണ്ടോ, ഇവിടെ വന്നിങ്ങനെ തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഹോണൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെന്നുള്ള ഉറപ്പ് വരുത്തിക്കണം. കാരണം ചെറിയ ഷെയ്ക്കോ, കാരണം നമ്മുടെ വാഹനം പല സിറ്റുവേഷനിലും കൂടെ ഓടുന്നതാണ്, ഗട്ടറിലൊക്കെ ചാടും. ഇങ്ങനെ പല സിറ്റുവേഷനിലും കൂടെ ഓടുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും രീതിക്ക് ഇതുപോലെ വൈബ്രേഷൻസ് ഉണ്ടായേക്കണ്ടോ. ഈ കേൾക്കുന്ന ഒച്ച നമ്മുടെ കണ്ടൻസറിലോട്ട് ചെന്ന് തട്ടുന്ന ഒച്ചയാണ്, കണ്ടോ. ഇതിങ്ങനെ പതുക്കെ പതുക്കെ തട്ടി ഇതുപോലെ കണ്ടോ, അവിടെ ചെറിയ പാട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പാട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഒന്നും ഒരു പ്രശ്നവും കാണിക്കത്തില്ല. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും, അതായത് ഏകദേശം ഈ പറയുന്ന പോലെ അത് സ്ക്രാച്ചായി പതുക്കെ അവിടെ ഒരു ഹോള് വീഴും. അങ്ങനെ ഒരു ഹോള് വീണ് കഴിഞ്ഞാൽ അതിൽ AC-യുടെ ഗ്യാസ് ലീക്ക് ഔട്ട് ആവും. ഇത് AC-യുടെ കണ്ടൻസറാണ് ഈ വരുന്നത്. അപ്പോൾ AC-യുടെ ഗ്യാസ് ഇതിലെ ലീക്ക് ഔട്ട് ആവും. അങ്ങനെ ഗ്യാസ് ലീക്കായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ AC-ക്ക് തണുപ്പുണ്ടാകുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പോർഷൻ നമ്മൾ അഴിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം അത് ക്ലോസ് ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ ഏതായാലും ഈ 2 ഹോൺ ഏതായാലും ഫുൾ അഴിക്കുകയാണ്. ഈ 2 ഹോണും അഴിച്ചതിന് ശേഷം നമ്മുടെ ഹോൺസ് ഇവിടെ ഫിറ്റ് ചെയ്യും. ആ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെയാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഏതെങ്കിലും രീതിക്ക് തട്ടോ മുട്ടോ അല്ലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ബമ്പർ ഫിറ്റ് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ബാക്കിലത്തെ ഒന്ന് അഴിച്ചെടുക്കാം. ഏകദേശം നമുക്കിതിന് വേണ്ട 13-ന്റെ സ്പാനറാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പതുക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ച് വേണം അഴിച്ചെടുക്കാൻ. അവിടെ മുട്ടോ തട്ടോ ഒന്നും ചെയ്യരുത്. ഒന്ന് ലൂസാക്കിയതിന് ശേഷം, ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, ഒന്ന് ലൂസാക്കിയാൽ മതി. ഓക്കെ, പതുക്കെ അവനെ ഊരിയെടുക്കാം. യെസ്, അപ്പോൾ അതിനെ ഞാൻ ഊരിയെടുത്തു. ഇനി ഇതിൻ്റെ ക്ലിപ്സും ഞാൻ ഊരിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ 2-ന്റെ ബോൾട്ടുകൾ വ്യത്യാസമുണ്ട്, കേട്ടോ. ഇത് ഇച്ചിരി വണ്ണക്കൂടുതലാണ്, ഇതിൻ്റെ വണ്ണക്കുറവാണ്. അപ്പോൾ അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് തന്നെ അവർ ക്ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കേട്ടോ. ഈ ഒരു ക്ലാമ്പ് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കാം. അത് ഇതിൽ നിന്ന് ഊരിയെടുക്കാം. അപ്പം ഇവിടെയും പിടിപ്പിക്കാം. ഇനി അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കയറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ലൂസായിരിക്കും, കണ്ടോ. യെസ്, ബുദ്ധിമുട്ടാണ്. അതേ സ്ഥാനത്ത് ഇതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ റബ്ബറും കൂടെ എടുത്ത് ഇതിനകത്ത് ഇട്ടോണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വൈബ്രേഷൻ കൂടുതൽ ഇത് ഡാമ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഈ ഒരു ബോൾട്ടും കൂടി ഞാൻ അഴിക്കുകയാണ്. അതിന് 12 മതി. യെസ്, അത് അഴിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യണം. പിന്നെ വേറെ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബമ്പർ ലാസ്റ്റ് വെക്കുമ്പോൾ ബമ്പറിൽ എന്തെങ്കിലും രീതിക്ക് തട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഹോൺ ഒരു കാരണവശാലും ബമ്പറിൽ തട്ടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തട്ടുകയോ അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചോണം. കാരണം അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നമ്മുടെ ബമ്പറിൽ ഇത് തട്ടി നിൽക്കുന്നുണ്ട്, ഹോൺ ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല.
ഇത് കണ്ടോ. എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് ഞാൻ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. മാക്സിമം ടൈറ്റ് ചെയ്തോണം. ഈ ഭാഗത്തൊരു ടോർക്കിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, കാരണം ഇവിടെ ടോർക്ക് ഒത്തിരി കൂട്ടാൻ ഞാൻ പറയുന്നില്ല, എന്നാലും ഇത് ഊരിപ്പോകരുത്. ആ രീതിക്ക് ഒരു അല്പം ടോർക്ക് ചെയ്തോണം. ഇനി നമുക്ക് ഈ ഹോൺ ഇവിടെ നിന്ന് ജസ്റ്റ് വെച്ച് നോക്കാം ഏത് രീതിയായിരിക്കും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തട്ടുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. നമുക്ക് പറ്റുന്ന ഒരു ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബോഡിയിൽ മുട്ടാത്ത രീതി വേണം എപ്പോഴും നമ്മൾ ഹോൺ ഫിറ്റ് ചെയ്യേണ്ടത്. കാരണം ബോഡി മുട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈബ്രേഷൻ, അതായത് ഹോണിന്റെ വൈബ്രേഷൻ നേരെ ബോഡിയിലോട്ട് കയറി വരും, നമുക്ക് അകത്തും അത് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയ രീതിക്ക് ഈ ബോഡിയിലോട്ട് തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാനൊരു അല്പം ഒന്ന് ലൂസ് ചെയ്ത് ഇതൊന്ന് മേലോട്ട് കയറ്റുകയാണ്. കണ്ടോ, ഒരല്പം ഒന്ന് കയറ്റിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ചെറിയൊരു വ്യത്യാസം, അതായത് ആ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് തന്നെ നമുക്കിത് പ്രോപ്പറായിട്ട് ഇവിടെ മുട്ടാതെ ചെയ്യാൻ പറ്റും. ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുകയാണ്. വേറെ മുട്ടുന്ന വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം പക്കയാണ്. ഇപ്പൊ മുട്ടോ വേറെ തട്ടോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇനി ബമ്പർ ഹിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നേരെ പുറകോട്ട് വെക്കാനുള്ള പ്ലാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. പുറകെ വെച്ചോണ്ട് ഈ ഒരു ക്ലിപ്പ് കുറച്ചൊന്ന് ഇങ്ങനെ പുറത്തോട്ട്, ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ഇതാകുമ്പോഴത്തേക്കും വലിയ ശല്യം വരുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോൾ, അതായത് ഈ ഹോണിന്റെ സൗണ്ട് വരുന്ന പുറത്തോട്ട് നിൽക്കുന്നേ കഴിഞ്ഞ് നല്ല താഴോട്ട് നിൽക്കുന്നതാണ്, മേലോട്ട് നിൽക്കരുത്. കാരണം മേളിൽ നിന്ന് എന്തെങ്കിലും രീതിക്ക് നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒക്കെ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ വാഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. അതുകൊണ്ട് എപ്പോഴും താഴോട്ട് ഇത് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് വേണം നിങ്ങളിത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്ന് കൺഫേം ആക്കിക്കോണം. തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നട്ടിടാവുള്ളൂ. വാഷ് ഇട്ടില്ല, ഇടാം. ജസ്റ്റ് ടെമ്പററി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയെടുത്തോളം കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ടൈറ്റും കൂടെ ചെയ്യാം. ഞാനതൊന്ന് ടൈറ്റ് ചെയ്യാണ്. നന്നായിട്ടങ്ങ് മുറുക്കി ടൈറ്റ് ചെയ്തോണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കണം വേറെ ഒരിടത്തും ടച്ച് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് നോക്കിയേക്കണം, അവിടെ എല്ലാം ഓക്കെ അല്ല, ഗ്യാപ്പൊക്കെ ഓക്കെ ആണോ നോക്കണം. അങ്ങനെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വയറും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഓക്കെ, അത് ശരി. ഇനിയിപ്പോൾ ഇതിൽ ഒരെണ്ണം നമുക്കൊന്ന് ഊരിയിടാം. ഓക്കെ, ഒന്ന് കണക്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. യാ, ആ നല്ലൊരു ഒച്ച നമുക്ക് കിട്ടി. ഇനിയിപ്പം അടുത്തതും കൂടെ, അതായത് രണ്ടാമത്തെ കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡ് സൗണ്ട് ആയിരിക്കും. നമുക്ക് അതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിത് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പുറമെ നിങ്ങൾ അഴിച്ചെടുക്കുകയാണ്. അത് ഫ്രീ ആയി അതിൻ്റെ വാഷറിങ് ഊരിയെടുക്കുന്നു. നേരത്തെ ഇത് ഫിറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാമ്പും കൂടെ അഴിച്ചു വെച്ച് മറ്റേ ക്ലാമ്പ് ഫിറ്റ് ചെയ്തത്. അപ്പം ഇത് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത ഒരു വാഷറും കൂടെ ഇട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്തത്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്നോടൊന്ന് കൺഫേം ആക്കുക. ഞാനൊരു അല്പം ഒന്ന് ബെൻഡ് ചെയ്യിച്ചാണ് ഇത് കയറ്റിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് വരുത്തിയിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. ആ ബെൻഡ് വരുത്തിയിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ബമ്പർ കയറുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതും സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് കൊടുക്കാം. അപ്പം നമ്മളൊരു ചെറിയ മാറ്റം വരുത്തിയേക്കാണ്. ഇത് ഇങ്ങോട്ടാക്കിയേക്കാണ്, താഴോട്ട് വെച്ചിരുന്ന സൈഡിലോട്ട് മാറ്റി. കാരണം ഇതിൻ്റെ ഹോണിൻ്റെ വയറിങ് നമുക്ക് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ പറഞ്ഞ ഇച്ചിരി ചെരിഞ്ഞേ നിൽക്കാവുള്ളൂ. ഒരു കാരണവശാലും മേളിലോട്ട് വാ പൊങ്ങിയതുപോലെ നിൽക്കില്ല. ഇനിയിപ്പോൾ അതും കൂടെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഹോണിൻ്റെ സൗണ്ട് നോക്കിയാലോ. യാ, നല്ല കിടു ഒച്ച, ഒരു രക്ഷയില്ല. അവൾ വരെ ഇങ്ങനെ എന്ന് വെച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഏതായാലും ഇനി തിരിച്ച് നമ്മുടെ ബമ്പറെല്ലാം ഫിറ്റ് ചെയ്ത് റെഡി ആക്കട്ടെ. ഏതായാലും സംഗതിയുടെ ട്യൂണ് ഭയങ്കര രസമാണ്. കാരണം ആ ഒരു എന്നാ പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു ഫോക്സ് വാഗൻ്റെ സൗണ്ട്, ആ ഒരു ഫീല് നമുക്ക് ഇതിൽ നിന്ന് ശരിക്കും കിട്ടുന്നുണ്ട്. ഏതായാലും ഇതും കൂടെ ബമ്പറും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഓടിച്ചു കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇങ്ങനെ ഓടിച്ചെല്ലാം നോക്കി, നല്ല കിടുക്കൻ സൗണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫിയാം എന്നീ പറയുന്ന ഈ ഒരു ബ്രാൻഡ് അടിപൊളിയാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ യൂസ് ചെയ്ത് എങ്ങനെയുണ്ടെന്നും കൂടെയുള്ള റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഏതായാലും നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ടും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇനി എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ. പിന്നെ ഈ ഒരു ഹോൺ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൺ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ അഡീഷണൽ റിലേയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന എവിടെയാണോ ആ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. ആർക്കും ചെയ്യാൻ പറ്റും. ഒരു ബമ്പർ ഒന്ന് അഴിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സാധനം
മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതിന്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ആമസോണിന്റെ ലിങ്ക്, പക്ഷെ ആമസോണിലൊക്കെ എനിക്കൊന്ന് റേറ്റ് കൂടുതലാണ്, ഞാൻ നോക്കിയപ്പോൾ റേറ്റ് കൂടുതലാണ്. ഇതിപ്പോ ഈ 3250 രൂപയുടെ സാധനം ഏകദേശം ഒരു 2200 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ എനിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം ഞാൻ അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം, ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും see you in the next video.